ഹലോ ഫ്രണ്ട്സ്, ട്രാഫിക്കിൽ കിടന്നു മടുത്തോ? എന്നാൽ ഇതാ പിടിച്ചോ, ഗതാഗത രംഗത്തെ അടുത്ത വിപ്ലവം ഹൈപ്പർ ലൂപ്പ്. നമ്മുടെ എലോൺ മസ്കിന്റെ ആ ഒരു ദീർഘവീക്ഷണമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. വിമാനത്തേക്കാൾ വേഗതയിൽ ശബ്ദത്തോടും കാറ്റിനോടും മത്സരിച്ച് പായാൻ പോകുന്ന ഒരു അത്ഭുത വണ്ടി. അടുത്തിടെ നെവാഡയിലെ മരുഭൂമിയിൽ വെച്ച് വെർജിൻ ഹൈപ്പർലൂപ്പ് കമ്പനി ചരിത്രത്തിലാദ്യമായി മനുഷ്യരെയും കയറ്റി ഇതിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു വാക്യൂം ട്യൂബിന്റെ ഉള്ളിലൂടെ വായുവിൽ പൊന്തിക്കടന്നു മിന്നൽ വേഗതയിൽ പായുന്ന പോഡുകൾ അഥവാ ക്യാപ്സ്യൂളുകൾ. കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമല്ലേ? വരൂ, നമുക്ക് ഈ മാസ് വണ്ടിയുടെ ഉള്ളുകള്ളികളിലേക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം തന്നെ ഇതിന്റെ ബോഡി എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഇതിന്റെ പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നത് എയറോഷെൽ എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. സംഗതി കാർബൺ ഫൈബർ പാനലുകളാണ്. സ്റ്റീലിനേക്കാൾ ഭാരം കുറവ്, എന്നാൽ കട്ടി കൂടിയ പവർഫുൾ സാധനം. ഇതിന്റെ പ്രധാന ഭാഗമായ ചാസിസ് ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയവും കാർബൺ ഫൈബറും ചേർത്താണ്. എന്നാൽ ഇതിന്റെ അടിഭാഗം, അതായത് ലെവിറ്റേറ്റിംഗ് ചാസിസ്, കാണാനൊരു ഒന്നൊന്നര ഫോർമുല 1 കാറിന്റെ ഡിസൈൻ പോലെയാണ്. ഇതിനുള്ളിലാണ് വണ്ടിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റവും വായുവിൽ പൊന്തിക്കടക്കാനുള്ള കാന്തങ്ങളുമൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇനി എല്ലാവർക്കുമുള്ളൊരു സംശയം, ട്രാക്കിൽ തൊടാതെ ഈ വണ്ടി എങ്ങനെയപ്പോൾ വായുവിൽ പൊന്തിക്കിടക്കുന്നത്? മാജിക്കൊന്നുമല്ല ഫ്രണ്ട്സ്, പക്കാ സയൻസ്. അതായത് ഭൂഗുരുത്വ ബലത്തെ മറ്റൊരു മുകളിലോട്ടുള്ള ബലം കൊടുത്ത് നമ്മൾ തോൽപ്പിക്കുന്നു. ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പോഡ് നീങ്ങുമ്പോൾ അതിലുള്ള ഹാൽബാക്ക് അറേ എന്ന പ്രത്യേകതരം കാന്തങ്ങൾ ട്രാക്കിലെ കാന്തിക മണ്ഡലത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു. സാധാരണ കാന്തം പോലെയല്ല ഇത്. ഇതിന്റെ ഒരു വശത്ത് കാന്തിക ശക്തി വളരെ കൂടുതലായിരിക്കും, മറുവശത്ത് 0 ഇനി നമ്മുടെ സ്കൂളിൽ പഠിച്ച ഫിസിക്സ് ഓർമ്മയുണ്ടോ? അതെ, ഫാരഡേയുടെ ഇൻഡക്ഷൻ നിയമപ്രകാരവും ലെൻസ് നിയമപ്രകാരവും ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം ട്രാക്കിലൊരു കറന്റ് ഉണ്ടാക്കുന്നു. ഈ കറന്റ് തിരിച്ച് മറ്റൊരു കാന്തിക ശക്തി സൃഷ്ടിക്കുകയും അതുവഴി ഒരു കിടിലൻ ലിഫ്റ്റ് ഫോഴ്സ് രൂപപ്പെടുകയും ചെയ്യും. ഇതോടെ നമ്മുടെ വണ്ടി ട്രാക്കിൽ നിന്നും മുകളിലേക്ക് സുഖമായി അങ്ങ് ഉയർന്നു പൊങ്ങും. സിമ്പിൾ. അതിവേഗത്തിൽ പായുമ്പോൾ വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി വേണമല്ലോ. ട്യൂബിനുള്ളിൽ വായു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ബെയറിംഗ് സസ്പെൻഷൻ സിസ്റ്റമാണ്. മർദ്ദം കൃത്യമായി ക്രമീകരിച്ച വായു ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം എത്ര വൻ സ്പീഡിലും യാത്ര സൂപ്പർ സ്മൂത്തും സുരക്ഷിതവുമാക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇനി മണിക്കൂറുകൾ നീളുന്ന യാത്രകൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ തീരും. ഗതാഗത രംഗത്തിന്റെ ഭാവി മാറ്റിയെഴുതാൻ പോകുന്ന ഈ അത്ഭുത സാങ്കേതിക വിദ്യയ്ക്കായി നമുക്ക്